ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇപ്പോൾ ഇരിങ്ങാലക്കുടിയാണ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. നമ്മുടെ ഇരിങ്ങാലക്കുടിയിൽ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പം ഞാനും നമ്മുടെ തുണ്ടും കഴിഞ്ഞു, എൻ്റെ മോളി കഴിഞ്ഞു. ഗേള് മിലു ഉണ്ട്, മിലു കുഞ്ഞ് ഏറ്റുണ്ട്. മിലു മാത്രമേ ഇപ്പം ഏറ്റിട്ടുള്ളൂ അല്ലേ ഇപ്പം? അല്ലേ? നമുക്ക് രാവിലെ തന്നെ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ കുറച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ജീസസ്. കുഞ്ഞിപ്പെന്നെ തെക്കാണോ? മിണ്ടൂല. നമ്മള് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോപ്പിങ്ങിലാണ്. ജായനെന്ന് ഒരു പാന്റ് വാങ്ങണം, മാക്സി പോണം, പിന്നെ വേറെ എവിടേക്ക് പോകണല്ലേ? കുറച്ച് ടീഷർട്ട് കൊടുക്കണം, ചച്ചുമോനൊരു ചെരുപ്പ് വാങ്ങണം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. ഇതെന്റെ പുതിയ ടീഷർട്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മുടെ മാക്സിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചാനും ഒരു പാൻറ്റും ചച്ചുമോന് ഒരു ഷൂവും വാങ്ങാം എന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേരെ അകത്ത് കയറ്റിയത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം അതിൽ സംഭവിച്ചു. കാരണം എനിക്ക് 2 ബനിയനും കൂടി എടുത്തു. പിന്നെ എൻ്റെ ലിസ്റ്റ് കൂടുന്നു എന്ന് കണ്ടപ്പോൾ നൈസായിട്ട് ഇച്ചാൻ എന്നെ പുറത്താക്കിയതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ നമ്മുടെ പിള്ളേരുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഗ്രേണി പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട എങ്ങനെ ഇരിക്കും, അതായിരുന്നു 4 അതിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു വിട്ടത്. അപ്പോൾ ഇത് ഞാൻ ബനിയൻ നോക്കണതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ബ്ലൂവും എടുത്തു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് വേറൊരു ബനിയനായിരുന്നു. പിന്നെ അമ്മയും പറഞ്ഞു ഇതായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ. അങ്ങനെ ഇതാരും അമ്മച്ചിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് വേറൊരു ബനിയനാണ്. അങ്ങനെ ആ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പലാസ്യം, കുറച്ചെന്നൊക്കെ പറയുമ്പോൾ 1 2 ഒക്കെ വാങ്ങാൻ വേണ്ടി പോയി. പക്ഷെ നടന്നില്ല ഗൈസ്. അങ്ങനെ കഥ മാറ്റി പറയാം. നമ്മുടെ ചച്ചുമോൻ്റെ അടുത്തേക്ക് പോകും. ചച്ചുമോൻ മുകളിലേക്ക് പോയിട്ട് അവനെ ഷൂ ഒക്കെ അവൻ സെലക്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ എത്തിയത്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ആളിങ്ങനെ ഷൂ ഒക്കെ ഇങ്ങനെ ഇട്ടങ്ങനെ നിൽക്കണം. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അവനോടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവന് ഇഷ്ടപ്പെട്ട സാധനം ഏതെന്ന് വെച്ചാൽ അത് മാത്രം എടുക്കുക. കാരണം ഇവിടെ അവൻ നോക്കി ഓക്കെ പറയും. വീട്ടിലെത്തി 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ആൾ പറയും അമ്മ എനിക്ക് അവിടെ വേദന എടുക്കുന്നുണ്ട്, ഇവിടെ വേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം അത് വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നത്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്പർ 2 കൊരട്ടിപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം പെരുന്നാളും 8ാം വരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കച്ചവടക്കാർ പെട്ടിയും കടക്കെടുത്ത് കുടുംബത്തേക്ക് പോകാറായപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് എത്തിയത്. ലേറ്റ് ആയാലും നമ്മൾ കൊറ്റുമുത്തോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വീട തെറ്റാണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ അങ്ങനെ കുറേ നേരം ഇരിക്കുക എന്നുള്ളത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സംഭവം. അതുപോലെ ഒറ്റപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ മുടങ്ങാണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നടമുട്ടത്തിനെത്തി കയറുക എന്നുള്ളത്. ഭയങ്കര ഒരു സന്തോഷം, സമാധാനം. അടുത്ത വർഷം വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരണേ എന്നുള്ള രഹസ്യം പറച്ചിലൊക്കെയാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും കാറ്റുമ്പത്തി മാത്രം അറിയുന്ന, ഞങ്ങളിൽ മാത്രം അലിഞ്ഞു ചേരുന്ന രഹസ്യങ്ങൾ. അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മളവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ കുഞ്ഞി പെണ്ണിന് തുലാഭാരം നടത്താനാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്രാവശ്യം എന്തായാലും തുലാഭാരം നടത്താമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് കായ്ക്കൊല വെച്ച് തന്നെ നമുക്ക് തുലാഭാരം നടത്താൻ പറ്റി കേട്ടോ. സാധാരണ പെരുന്നാളിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ത്രാസ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റാറ്. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കായ്ക്കൊല വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുവരുത്തിയപ്പം എനിക്ക് ചച്ചുമോനാണെങ്കിലും കുഞ്ഞിപ്പെണ്ണിനാണെങ്കിലും തുലാഭാരം നടത്തുന്ന സമയത്ത് ഫുള്ള് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത് എന്നെ തുലാഭാരത്തിന് ഇരുത്തിയതായിരുന്നു. അപ്പം നമ്മൾ മാതാവിനോട് നന്നായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ടൈമിൽ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊറ്റിപ്പള്ളിയുടെ സ്റ്റോളിൽ കയറി. ഏത് നോക്കട്ടെ? 2 പേർക്കും അത് എടുത്ത കുഴപ്പമില്ല. അതെനിക്ക് വേണം. അതിനോട് ഇനി ഇങ്ങനത്തെ കപ്പോടെ നിൽക്കുന്നതാണെന്ന് വെച്ചാൽ എങ്ങനെയുടെ സെറ്റ് കപ്പിന് നമ്മൾ കറക്റ്റിന്നൊക്കെ വന്ന് ഇനി അതെ ഇപ്പൊ പോവാ നമുക്ക്.
നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ പോകണം. അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു സ്നാക്ക് ബ്രേക്ക് ആണ്. ബജി വിത്ത് ചമ്മന്തി. ചമ്മന്തി ബജി. സംഭവം മുട്ട ബജിയോ? മുട്ട ബജി. യെസ്. വെള്ളിപ്പപ്പയും കുഞ്ഞിപ്പെണ്ണും. കുഞ്ഞിപ്പെണ്ണല്ല മിലു. വർക്കൗട്ട് ചെയ്യണോ? എടോ അപ്പം ചെയ്യാറുണ്ടോ? ആണോ? ഭയങ്കര ബുദ്ധിമുട്ടാണോ? അതാ പറഞ്ഞ ശരിക്കും. ചവിട്ട്. നല്ല സുഖമില്ലേ? സീസോ ഒക്കെ ആണെങ്കിൽ നൈസായിരുന്നു. സീസോ ജോഷോ നമുക്ക് ഇങ്ങനെ നടന്നു വരാം. വാളിയാ ഭയങ്കര വർക്കൗട്ട് അല്ലേ ഇവിടെ? എവിടെ കാണിച്ചേ? എങ്ങനെയാണ്? ചിരി മാത്രല്ല. ചോദിച്ചോ നടക്കാൻ പാ. എന്തേ ഫോട്ടോഷൂട്ടാ? ആ എടുത്തു തരുമോ? പക്ഷെ ഞാൻ നല്ല ഡ്രസ്സിലല്ല. എന്താണ്? ഒരു കുളി കണ്ടു ചെയ്യാം. ചിഞ്ചു കുളിക്കണടാ? ഞാൻ ഡെയിലി കുളിക്കുന്നതാണ്. ഡെയിലി കയറ്റി എടുത്താ നിന്നെ. ഞാൻ ഡെയിലി 2 നേരം വെച്ച് കുളിക്കും. എന്റെ ചേച്ചിനെ പോലെ വല്ലപ്പോഴും നല്ല കുളി. ആയിക്കോട്ടെ. യജമാൻ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ പ്രതീക്ഷിച്ചു വന്നിട്ട് ബോട്ടിങ് നമുക്ക് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഇവിടെ ലൈറ്റ് ഒന്നും ആണല്ലേ നിൽക്ക്. പക്ഷെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ 2 വീഡിയോ എടുത്തു. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഇടുക. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മളെടുത്ത വീഡിയോ. അതല്ലെങ്കിൽ ഇനി ഇടാൻ പോകുന്നതാണെങ്കിൽ ഇതാണ് നമ്മൾ എടുത്ത വീഡിയോ. എല്ലാം ബാക്കുന്നില്ല. നമുക്ക് രാത്രിത്തെ പരിപാടി ഫുഡുടെയും പരിപാടികളും കഴിഞ്ഞ് സുന്ദരമായി കിടന്നുറങ്ങണം. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുഡുടെയും കഴിഞ്ഞ് ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ എടുക്കാം എന്നും കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങി, നമുക്ക് പോയി ഉറങ്ങണം. അപ്പം